ഗസയിലെ സായുധ സംഘങ്ങളുടെ നിരായുധീകരണത്തിനുള്ള പദ്ധതിക്ക് ഹമാസ് തത്വത്തിൽ സമ്മതം നൽകിയതിന് തൊട്ടു പിന്നാലെ ഒരു നിർണായക ചോദ്യം ഉയർന്നിരുന്നു. ഇസ്രായേൽ സൈന്യം ഗസയിൽ നിന്ന് എപ്പോൾ പിന്മാറും? നിരവധി ഊഹാപോഹങ്ങൾ പ്രചരിച്ചെങ്കിലും ഇപ്പോൾ അതിലൊരു പ്രഖ്യാപനം ഉണ്ടായിരിക്കുന്നു. അത് പക്ഷേ സമാധാന ചർച്ചകളെ പിന്നോട്ടടിക്കുന്ന ഒന്നാണ് എന്ന് മാത്രം. എന്താണ് ആ തീരുമാനം? അതെന്തുകൊണ്ടാണ് സമാധാന ചർച്ചകളെ ബാധിക്കുമെന്ന് പറയുന്നത്? വിശദമായി നോക്കാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. ഹമാസിന്റെ നിരായുധീകരണം പൂർത്തിയായ ശേഷമേ ഗസയിൽ നിന്ന് ഇസ്രായേൽ സൈന്യം പിൻവാങ്ങൂ എന്ന് അറിയിച്ചിരിക്കുകയാണ് ബോർഡ് ഓഫ് പീസ്. യുദ്ധാനന്തര ഗസയിലെ ഭരണകൂടത്തിന് മേൽനോട്ടം വഹിക്കാൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സൃഷ്ടിച്ചതാണ് ബോർഡ് ഓഫ് പീസ്. അവരാണിപ്പോൾ ഗസയിലെ സമാധാന ചർച്ചകളെയെല്ലാം അടിമുടി അട്ടിമറിക്കാൻ സാധ്യതയുള്ള ഈ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. അടുത്തിടെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവും ബോർഡ് ഓഫ് പീസിന്റെ ഡയറക്ടർ നിക്കോളായ് മ്ലാദനോവും തമ്മിലൊരു കൂടിക്കാഴ്ച നടന്നിരുന്നു. അതിനു പിന്നാലെയാണ് ഇങ്ങനൊരു തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നത് എന്നതാണ് ശ്രദ്ധേയം. നിരായുധീകരണത്തോടൊപ്പം ഇസ്രായേലിന്റെ പിന്മാറ്റവും സംഭവിച്ചാൽ മാത്രമേ തങ്ങൾ സഹകരിക്കൂ എന്ന് ഹമാസ് നേരത്തെ നിലപാടെടുത്തതാണ്. ഇസ്രായേൽ തങ്ങളുടെ ബാധ്യതകൾ നിറവേറ്റുന്നില്ല എങ്കിൽ കരാറിന്റെ ഒരു വ്യവസ്ഥയും നടപ്പാക്കില്ലെന്നും അവർ വ്യക്തമാക്കിയിരുന്നു. അതായത് ഹമാസിന്റെ ആവശ്യമനുസരിച്ച് നിരായുധീകരണവും ഇസ്രായേൽ സൈന്യത്തിന്റെ പിന്മാറ്റവും ഒരുമിച്ച് നടക്കേണ്ട പ്രക്രിയകളാണ്. എന്നാൽ നിരായുധീകരണം കഴിഞ്ഞിട്ട് മതി ഇസ്രായേലിന്റെ പിന്മാറ്റം എന്നാണ് ബോർഡ് ഓഫ് പീസിന്റെ ഇപ്പോഴത്തെ തീരുമാനം. ഹമാസ് ആയുധങ്ങൾ പൂർണ്ണമായും താഴെ വെക്കുന്നതുവരെ ഇസ്രായേൽ സൈന്യത്തിന് മഞ്ഞരേഖ എന്നറിയപ്പെടുന്ന ഗസയുടെ 53% ഭൂപ്രദേശവും അടങ്ങിയ മേഖലയിൽ തുടരാം എന്നാണ് ബോർഡ് പറയുന്നത്. കൂടാതെ ആയുധങ്ങൾ മാത്രമല്ല, തുരങ്ക ശൃംഖലകളടക്കം ഹമാസ് ഉപേക്ഷിക്കണമെന്നും ബോർഡ് ആവശ്യപ്പെടുന്നുണ്ട്. ഹമാസ് നിരായുധീകരണത്തിന് സമ്മതിച്ചു എന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ച വേളയിൽ തന്നെ ഇസ്രായേലിന്റെ പിന്മാറ്റം സംബന്ധിച്ച് ചോദ്യങ്ങൾ ഉയർന്നിരുന്നു. അന്നൊന്നും വാർത്തകളോട് പ്രതികരിക്കാൻ പോലും ഇസ്രായേൽ തയ്യാറായിരുന്നില്ല. മാത്രമല്ല, പിന്മാറാൻ ഒരുക്കമല്ല എന്ന തരത്തിൽ ഇസ്രായേലി മന്ത്രിമാർ നിലപാടെടുക്കുകയും ചെയ്തിരുന്നു. തീവ്ര വലതുപക്ഷ നേതാവും ഇസ്രായേലിന്റെ ദേശീയ സുരക്ഷാ മന്ത്രിയുമായ ഇറ്റാമർ ബെൻഗുർ ഈ കരാറിനെ അസ്വീകാര്യം എന്നായിരുന്നു വിശേഷിപ്പിച്ചത്. ഹമാസിനെതിരായ സൈനിക നടപടികൾ അവസാനിപ്പിക്കുന്നത് അവർക്ക് വീണ്ടും സംഘടിക്കാൻ അവസരം നൽകും എന്നായിരുന്നു അദ്ദേഹത്തിന്റെ വാദം. വരാനിരിക്കുന്ന ഇസ്രായേലി പൊതുതെരഞ്ഞെടുപ്പിൽ നെതന്യാഹുവിന്റെ പ്രധാന എതിരാളിയായി കരുതപ്പെടുന്ന ഗാഡി ഐസൻകോട്ടും സമാന നിലപാടായിരുന്നു മുന്നോട്ട് വെച്ചത്. ഹമാസിന്റെ സൈനിക രാഷ്ട്രീയ ഘടനയെ മൊത്തമായി ഇല്ലാതാക്കാത്ത ഒന്നിനോടും യോജിക്കാൻ കഴിയില്ല എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. എല്ലാത്തിനും പുറമെ നിരായുധീകരണത്തിന്റെ പ്രഖ്യാപനം വന്ന ശേഷവും ഇസ്രായേൽ ഗസയിൽ ആക്രമണങ്ങൾ നടത്തിയിരുന്നു. അതിൽ നിരവധി ഫലസ്തീനികൾ കൊല്ലപ്പെടുകയും ചെയ്തു. ഇതിനെല്ലാം പിന്നാലെയാണ് സമാധാന ബോർഡിന്റെ ഡയറക്ടറുമായി നെതന്യാഹു ചർച്ച നടത്തിയത്. നിലവിലെ റിപ്പോർട്ടുകൾ അനുസരിച്ച് സമാധാന ബോർഡിന്റെ തീരുമാനം ഇസ്രായേലിന്റെ നിലപാടിനെ മുറുകെ പിടിക്കുന്നതാണ്. ഇതിനോട് ഹമാസും ഗസയിലെ മറ്റ് സായുധ സംഘങ്ങളും എങ്ങനെയാകും പ്രതികരിക്കുക എന്നതാണ് ഇനി അറിയേണ്ടത്. ഏതായാലും ചരിത്രപരമെന്ന് ട്രംപ് വിശേഷിപ്പിച്ച നിരായുധീകരണ നീക്കങ്ങൾ അത്ര എളുപ്പമല്ല എന്നാണ് പുതിയ സംഭവവികാസങ്ങൾ തെളിയിക്കുന്നത്.